ഓഫർ തട്ടിപ്പുമായി കണ്ണൂരിൽ വ്യാപകമായ പരാതികളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 3000-നടുത്ത് പരാതികൾ ഇപ്പോൾ തന്നെ പോലീസിൻ്റെ പക്കലുണ്ട്. ഈ പദ്ധതിയുടെ ഭാഗമായി യഥാർത്ഥത്തിൽ പ്രൊമോട്ടർമാരും കോർഡിനേറ്റർമാരും ഇതിൻ്റെ പ്രൊജക്റ്റ് മാനേജർമാരുൾപ്പെടെയുള്ളവർ വലിയ രീതിയിൽ അങ്കലാപ്പിലായിരിക്കുകയാണ് എന്നത് വസ്തുതയാണ്. ഇവരുടെ ആരുടെയും അക്കൗണ്ടിലേക്ക് പണം പോയിട്ടില്ല എന്നുള്ളതാണ് ഇവരെല്ലാം നൽകുന്ന വിശദീകരണം. എന്തായാലും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളോടൊപ്പം കണ്ണൂരിൽ ഇതിൻ്റെ പ്രൊജക്റ്റ് മാനേജറായി ജോലി ചെയ്തിരുന്ന രാജാമണി നമ്മളോടൊപ്പമുണ്ട്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ സംഭവത്തിൻ്റെ ഭാഗമായി സംഭവിച്ചതെന്നാണ് നിങ്ങൾ കരുതുന്നത്? അതായത് ഇങ്ങനെ ഒരു വലിയ തട്ടിപ്പാണ്, ഇപ്പോൾ വ്യാപകമായ പരാതി 3000-ലധികം ആൾക്കാർ പരാതിയുമായി എത്തിയാണ്. എന്താണ് സംഭവിച്ചതെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇത് അനന്തു കൃഷ്ണൻ ആലോചിച്ച് തന്നെ മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരമുള്ള ഒരു തട്ടിപ്പിൻ്റെ ഇരകൾ നമ്മൾ കോർഡിനേറ്റേഴ്സ്, പ്രൊമോട്ടേഴ്സ്, പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അകപ്പെട്ടിരിക്കുകയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ കണ്ണൂരിൽ ഏകദേശം എത്രത്തോളം ആൾക്കാർ ഇതിൻ്റെ ഭാഗമായി ചേർത്തു? അതായത് ജില്ലയിലൊരു പ്രൊജക്ട് മാനേജർ നിങ്ങളാണല്ലോ ജോലി ചെയ്തത്. അപ്പോൾ ഏകദേശം എത്ര ആൾക്കാർ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ സ്കൂട്ടിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്പർമാരുമായിട്ടോ ഉണ്ട് എന്നുള്ളതാണ് ഒരു കണക്ക്? അതിൽ ഒരു 10,000-ൽ മേലെ തന്നെ സ്കൂട്ടിയുടെ ഭാഗമായിട്ട് 2026 പേരാണ് പിന്നെ കണ്ണൂർ ജില്ലയിൽ നമ്മൾ വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് പണം അടച്ചവർ. അത് അവർ നേരിട്ട് തന്നെ പ്രൊഫഷണൽ ഇന്നൊവേഷൻ എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് നേരിട്ട് തന്നെ അവർ അക്കൗണ്ട് ത്രൂ ആണ് ചെയ്തിട്ടുള്ളത്. മെമ്പർമാരായിട്ടുള്ളവർ 10,000 മെമ്പർ ഇതിൽ ഓരോ സീഡ് സൊസൈറ്റിയാണ്. കണ്ണൂർ ജില്ലയിൽ 5 സീഡ് സൊസൈറ്റികളിലൂടെ 10,000-ൽ മേലെ ആൾക്കാർ ഇതിൽ അംഗങ്ങളായിട്ടുണ്ടാവും. ഇതിന് മുൻപുള്ള ഒരുപാട് പ്രൊജക്റ്റ് തയ്യൽ മെഷീനും അങ്ങനെയുള്ള അതും കൊടുക്കാൻ ഇപ്പോൾ ബാക്കിയുണ്ടോ? തയ്യൽ മെഷീൻ ശ്രീകണ്ഠാപുരം ഇരിക്കൂർ സീഡ് സൊസൈറ്റിയിലും അതുപോലെ തന്നെ തളിപ്പറമ്പ് സീഡ് സൊസൈറ്റിയിലും കുറച്ച് തയ്യൽ മെഷീൻസ് കൊടുക്കാനുണ്ട്. ബാക്കിയൊക്കെ 2000-ൽ മേലെ വനിതകൾക്ക് തയ്യൽ മെഷീൻ കൊടുത്തിട്ടുണ്ട്. ഈ അനന്തു കൃഷ്ണൻ്റെ ഭാഗമായി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അനന്തു കൃഷ്ണനോടൊപ്പം തന്നെ അതുപോലെ സ്വാധീനമുള്ള ഒരുപാട് പേർ മറ്റു ചിലരും ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഉന്നതരായിട്ടുള്ള ആൾക്കാർ ഉള്ളതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മീറ്റിങ്ങിലൊക്കെ അനന്തു കൃഷ്ണൻ മാത്രമായിരുന്നോ പങ്കെടുത്തത്? അനന്തു കൃഷ്ണനാണോ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് നിങ്ങൾ കരുതുന്നുണ്ട്? അനന്തു കൃഷ്ണൻ മാത്രമല്ല, ഞാൻ ഇതിലേക്ക് നവംബർ ആ മാസത്തിലാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ജോയിൻ ചെയ്യുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് തിരുവനന്തപുരത്തുള്ള രജിത ത്രൂ ആണ് ഇതിനെക്കുറിച്ച് അറിയുന്നതും. ആസ് എ സോഷ്യൽ വർക്കർ ആയതുകൊണ്ട് ഞാൻ ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുന്നതും അതിലേക്ക് വരുന്ന സമയത്ത് സായി ഗ്രാമം പോലുള്ള വലിയ വലിയ സാമൂഹ്യ സേവന സന്നദ്ധതയുള്ള അതിൻ്റെ പ്രതിനിധിയായിട്ടുള്ള അനന്തകുമാറും അതിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ അവരെയൊക്കെ വിശ്വസിച്ചുകൊണ്ടാണ് ഇതിലേക്ക് ഞാൻ വരുന്നത്. ഈ അനന്തു കൃഷ്ണനെ എനിക്ക് അറിയില്ലായിരുന്നു. രജിത പറഞ്ഞതനുസരിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നിട്ടുള്ളത്. ഈ രജിതനെ ഇതിന് ശേഷം ഈ സംഭവത്തിന് ശേഷം ബന്ധപ്പെട്ടോ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി അവരെ ആരാണ് ഇതിനകത്ത് കൊണ്ടുവന്നത്, അങ്ങനെ എന്തെങ്കിലുമുള്ള ഡീറ്റെയിൽസ് സംസാരിച്ചു? രജിതയെ കൊണ്ടുവന്നത് അറിയില്ല, അതിനെക്കുറിച്ചിട്ട് എനിക്കറിയില്ല. എന്നെ കൊണ്ടുവന്നത് രജിതയാണ്. ഈ ആനന്ദകുമാർ ഇതിൻ്റെ മീറ്റിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ആദ്യം പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. ഇവരുടെ ഇതിൻ്റെ അക്കൗണ്ടുകളൊക്കെ ആനന്ദകുമാറിൻ്റെ പേരിലായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ ചില സാമ്പത്തിക ഇടപാടുകൾ അനന്തകൃഷ്ണനും ആനന്ദകുമാറും തമ്മിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ ചില വോയിസ് മെസ്സേജുകളൊക്കെ ആയിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമുള്ള തെളിവുകൾ നിങ്ങളുടെ പക്കൽ? ഇല്ല, അത് ഉന്നത തലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ഇൻഫർമേഷൻ കിട്ടാറില്ല. എനിക്ക് തന്നിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ആസ് എ പ്രോജക്റ്റ് മാനേജർ എന്ന നിലയിൽ കണ്ണൂരിൽ സീഡ് സൊസൈറ്റി, അതായത് തലശ്ശേരി രജിസ്ട്രേഷൻ ത്രൂ സീഡ് സൊസൈറ്റി രൂപീകരണമാണ് എനിക്ക് തന്നിട്ടുള്ള ഡ്യൂട്ടി. ഓരോ ബ്ലോക്കിൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ലെവലിൽ ഇത്ര അംഗങ്ങളെ വെച്ചുകൊണ്ട് സീഡ് സൊസൈറ്റി രൂപീകരണം, അതായത് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം, സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം സീഡ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യിക്കാൻ ആൾക്കാരെ കണ്ടെത്തി അവരെ കൊണ്ട് ചെയ്യിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് എനിക്ക് തന്നിട്ടുള്ളത്. ആനന്ദകുമാർ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ എന്തെങ്കിലും സംസാരങ്ങൾ ഉണ്ടായിരുന്നു? അതായത് ഈ ഇവർ തമ്മിലുള്ള ചില പ്രശ്നങ്ങളാണ് ഇതിൻ്റെ എല്ലാം കാരണമെന്നും പറയപ്പെടുന്നു. അത് നമ്മളുടെ ബെനിഫിഷ്യറീസ് പണം അടക്കുന്ന സമയത്ത്, അത് മാർച്ച് ഏപ്രിൽ ആ സമയങ്ങളിലാണ് പണം കൊണ്ടിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ സമയത്ത് അക്കൗണ്ട് ഫ്രീസായിട്ടുള്ളതും അതിൻ്റെ പിറ്റേന്ന് മുതൽ ഒരു 400 കോടി തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ട് എറണാകുളം എഡിഷനിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എൻക്വയറി ചെയ്തപ്പോൾ അത് പിന്നെ
യഥാർത്ഥത്തിലുള്ളതല്ല, അത് ഫേക്കായിട്ടുള്ള ന്യൂസാണെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. അതിൻ്റെ പിറ്റേത്തെ ദിവസം തന്നെ എറണാകുളം ഡിവിഷനിൽ വേറൊരു വാർത്ത, അതായത് അനന്തകുമാറിനെ മാറ്റി ബീന സെബാസ്റ്റ്യനെ വർക്കിംഗ് ചെയർപേഴ്സൺ ആയിട്ട് തിരഞ്ഞെടുത്തു എന്നുള്ള ഫോട്ടോ അടക്കമുള്ള ഒരു വാർത്തയാണ് നമുക്ക് സെൻഡ് ചെയ്തു തന്നിട്ടുള്ളത്. അപ്പോൾ അനന്തകുമാർ ആദ്യം ഇതിൻ്റെ ഈ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനം വഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഇതിലേക്ക് വരാനും കാരണം അനന്തകുമാറിനെ പോലുള്ള ആ വ്യക്തിത്വങ്ങൾ ഉണ്ട് എന്നുള്ള, സാമൂഹ്യ പ്രവർത്തകരുണ്ട് എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. അദ്ദേഹം പക്ഷേ ഈ ഇതിൻ്റെ ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള പങ്കെടുക്കുന്ന പരിപാടികൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൻ്റെ പുറകിൽ അണിയറ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അക്കൗണ്ടുകൾ എല്ലാം ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന രീതിയിലായിരുന്നു. അതറിയില്ല, അക്കൗണ്ടുകളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല നമുക്ക്. ഇല്ല എനിക്ക് എൻ്റെ ഡ്യൂട്ടി ഞാൻ പറഞ്ഞല്ലോ, ഓരോ ജില്ലയിൽ സീഡ് രൂപീകരണത്തിൻ്റെ ഒരു ഡ്യൂട്ടിയാണ് എനിക്ക് തന്നിട്ടുള്ളത്. അനന്തകുമാറിനെ മാറ്റിയതുമായി ബന്ധപ്പെട്ട വാർത്ത വന്ന സമയത്ത് നിങ്ങൾ ഇവരോട് ചോദിച്ചിരുന്നു, അനന്തകൃഷ്ണനോട്, ഇങ്ങനെ ഈ അനന്തകുമാർ ഇതിൻ്റെ ഭാഗം അങ്ങനെ കമ്മ്യൂണിക്കേഷനൊക്കെ നടന്നിരുന്നു? ഇല്ല നമുക്ക് അതിനുള്ള ഒരു അവസരമൊന്നും ഉണ്ടായിട്ടില്ല. അവരെ മാറ്റി വേറൊരു ചെയർപേഴ്സൺ, NGO കോൺഫെഡറേഷൻ്റെ ചെയർപേഴ്സണെ വർക്കിംഗ് വുമൺ ചെയർപേഴ്സൺ എന്നുള്ള രീതിയിലേക്ക് ബീന സെബാസ്റ്റ്യനെ കൊണ്ടുവന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ സീഡ് സൊസൈറ്റികളുടെ പേരിൽ ഈ 5 സ്ഥലങ്ങളിലും ഇത്തരത്തിൽ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു. മെമ്പർഷിപ്പ് തുക ഈ അക്കൗണ്ടിലേക്കാണ് ഇട്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പണം മറ്റേതെങ്കിലും തരത്തിലുള്ള ദുരുപയോഗം ചെയ്യാൻ ആരെങ്കിലും വ്യക്തികൾ എടുക്കുന്ന രീതി അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ട്? ഇല്ല അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതിപ്പോഴും അക്കൗണ്ട് ഇപ്പം കുറേ അക്കൗണ്ടുകൾ ഫ്രീസാക്കി വെച്ചിട്ടാണ് പോലീസ് ഇടപെട്ട സമയത്ത് ഫ്രീസാക്കി വെച്ചിട്ടാണ് ഉള്ളതെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഒന്നും അക്കൗണ്ടുകളിലേക്ക് പണം വന്നിട്ടില്ല എന്നത് ഉറപ്പാണ്? ഇല്ല, എൻ്റെത് മാത്രമല്ല, ഒരു കോർഡിനേറ്ററതും ഓരോ പ്രൊമോട്ടർ അക്കൗണ്ടിലേക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പണമിടപാടും ഉണ്ടായിട്ടില്ല. സീഡ് സൊസൈറ്റികളിൽ ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ ആനുകൂല്യം കൈപ്പറ്റുന്നവർ സീഡ് സൊസൈറ്റികളുടെ അംഗങ്ങളാവണം. അതിന് വേണ്ടിയിട്ട് 320 രൂപയാണ് അവരിൽ നിന്ന് ഒരു ഫോട്ടോ, ആധാർ കാർഡും അടക്കം ഒരു ആപ്ലിക്കേഷൻ ഫോം അടക്കം കൊടുത്തുകൊണ്ടാണ് പ്രൊമോട്ടർ കോർഡിനേറ്റർ ത്രൂ അതാത് പ്രാദേശികമായിട്ടുള്ള സ്ഥലങ്ങളിൽ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം മാത്രമേ അവർക്ക് പ്രോജക്റ്റുകൾ കിട്ടുകയുള്ളൂ. അപ്പോൾ ആ പ്രോജക്റ്റുകൾ കിട്ടണമെങ്കിൽ ഈ സീഡ് സൊസൈറ്റികളിലേക്ക് അടക്കുന്ന ഈ 320 രൂപ സീഡിൻ്റെ അക്കൗണ്ടിലേക്ക് മാത്രമാണ് നൽകപ്പെടുന്നത്. ഈ അനന്തകൃഷ്ണൻ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഇടുക്കിയിലൊക്കെ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് കൈയടിച്ച് സംഭാവന നൽകിയതായിട്ടൊക്കെയുള്ള വാർത്തകളുണ്ടായിരുന്നു. എറണാകുളത്തും അങ്ങനെയുള്ള വാർത്തകളുണ്ട്. അപ്പോൾ കണ്ണൂരിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നേതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംസാരങ്ങളും ഇങ്ങനെ പണം നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ? ഇല്ല, അതിനെക്കുറിച്ചൊന്നും അറിയില്ല. നമ്മൾ അങ്ങനെ ഒരു ഇടപെടലോ അങ്ങനെയൊന്നും ഞാൻ ഇടപെട്ടിട്ട് അങ്ങനെ ചെയ്തിട്ടോ അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അനന്തകൃഷ്ണൻ തന്നെയായിരുന്നു കണ്ണൂരിലെ ഇതെല്ലാം തന്നെ നിങ്ങളെപ്പോലെ തന്നെ മാനേജ് ചെയ്തത്? അനന്തകൃഷ്ണൻ, ഞാൻ പ്രോജക്റ്റ് മാനേജറാണ്. കണ്ണൂർ ജില്ലയുടെ ചാർജ് അനന്തകൃഷ്ണൻ തന്നെയാണ്. അതായത് ഓരോ കോർഡിനേറ്റർമാർക്കും ഇതിൻ്റെ ബ്രോഷർ അടക്കം ഉൾപ്പെടെ സർക്കുലർ അടക്കം ഉൾപ്പെടെ അയച്ചു കൊടുക്കുന്നത് അനന്തകൃഷ്ണൻ മാത്രമായിരുന്നു. അല്ലാതെ ഞാൻ ഇടപെട്ടിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല. ഇതിൻ്റെ കാര്യങ്ങൾ ഈ സീഡ് സൊസൈറ്റിയുടെ രൂപീകരണം, അതുപോലെ തന്നെ മന്ത്ലി ഒരു റിവ്യൂ മീറ്റിംഗ് സംഘടിപ്പിക്കുക, ആ കാര്യങ്ങൾ മാത്രമാണ്, അവരിൽ നിന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ടോ? അത് ഈ ശമ്പളം എന്നതിന് പുറമേ മറ്റെന്തെങ്കിലും തരത്തിലുള്ള? ഇല്ല, എനിക്ക് ഒരു ഓണറേറിയം എന്നുള്ള രീതിയിൽ മാത്രം ഒരു 15,000 രൂപയാണ് TA ഉൾപ്പെടെ എനിക്ക് തന്നിട്ടുണ്ടായത്. വേറെ ഒരു തരത്തിലുള്ള ഒരു ഫണ്ട് നമ്മളെ കോർഡിനേറ്റർമാർക്കോ പ്രൊമോട്ടർമാർക്കോ ഒരു തരത്തിലുള്ള ബെനിഫിറ്റ് ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ കോർഡിനേറ്റർമാർക്കും പ്രൊമോട്ടർമാർക്കും ഈ പ്രൊജക്ട് മാനേജറായി ജോലി നിങ്ങൾക്കൊക്കെ വലിയ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. പ്രധാനമായും പ്രൊമോട്ടർമാർക്കും കോർഡിനേറ്റർമാർക്കുമാണ് ഇതിൻ്റെ അവർക്കൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് വലിയൊരു കാര്യമാണ്. നമ്മളെ ജനങ്ങൾ, അതിലുപരി നമ്മളുടെ ജനങ്ങൾ, പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള വനിതകൾക്ക് കൊടുക്കുന്ന ഈ ആനുകൂല്യങ്ങൾ, അവർ നൽകിയിട്ടുള്ള ഈ പണം അവർക്ക് എന്താ പറയേണ്ട നഷ്ടപ്പെട്ടു എന്ന് അറിയുമ്പം വല്ലാത്തൊരു വേദനയായിരിക്കും. അതിലുപരി നമ്മളുടെ കോർഡിനേറ്റർ പാവപ്പെട്ട വനിതകളാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. അവർക്കൊരു ആനുകൂല്യങ്ങളും കിട്ടിയിട്ടില്ല. ഇത് എല്ലാം തരാം പറഞ്ഞതല്ലാണ്ട് ഇതൊക്കെ ചീറ്റിംഗ് ആണ്, അനന്തകൃഷ്ണൻ്റെ ചീറ്റിംഗ് ആണെന്നാണ്
എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത്. വാർത്തകളിലൂടെ വരുമ്പോഴും എല്ലാം നമുക്ക് ചീറ്റിംഗ് ആയിട്ട് മാറുകയാണിത്, മൊത്തത്തിൽ ചീറ്റിംഗ് ആയിട്ട് മാറുകയാണ്. ഇതിൽ വർക്ക് ചെയ്തവർക്ക് ഒരു ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടില്ല, കണ്ണീര് മാത്രം. ഇനിയിപ്പം ഓരോ പെറ്റീഷൻ പിന്നെ ജനങ്ങൾ പെറ്റീഷനും FIR ഒക്കെ ഇടുമ്പം അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് കെട്ടിതാലി അടക്കം വിറ്റിട്ടായിരിക്കും ഈ പ്രൊമോട്ടർമാരും കോർഡിനേറ്റർമാരും ഇതിൻ്റെ ബാക്കിൽ നടക്കേണ്ടി വരിക. അതിൽ നിന്ന് നമ്മളുടെ ഗവൺമെൻറ് തന്നെ ഇതിൽ ഇടപെട്ടിട്ട് നമുക്ക് ഉണ്ടായിട്ടുള്ള ഈ പിന്നെ മാനനഷ്ടവും അതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടവും ഇടപെട്ടിട്ട് ഇവരിൽ നിന്ന് തന്നെ വസൂലാക്കിയിട്ട് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും കൂടി ഒരു ഉറപ്പിന് വേണ്ടി, അല്ലെങ്കിൽ അത്രയും കൃത്യമായ രീതിയിൽ ഇപ്പോൾ ജില്ലാ പ്രൊജക്ട് മാനേജർ രാജാമണി ആയിക്കോട്ടെ, ഇനി വിവിധ കോർഡിനേറ്റർമാരായിക്കോട്ടെ, ഈ പരാതിക്കാരായി എത്തുന്ന ഒരുപാട് പേർ ഉയർത്തുന്ന ഒരു ആക്ഷേപം അല്ലെങ്കിൽ ആരോപണം എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഉൾപ്പെടെ പണം നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങൾ ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമാണ്, ഈ തട്ടിപ്പിൻ്റെ ഭാഗമാണെന്നുള്ള വലിയ ആക്ഷേപം ഉയരുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി ആവർത്തിച്ച് ചോദിക്കാനുള്ള കാരണം അത് തന്നെയാണ്. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല, അല്ലെങ്കിൽ പണം 1 രൂപ പോലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അനധികൃതമായി വന്നിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് തറപ്പിച്ച് നിങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയുമോ? 100% പറയാൻ പറ്റും. നമ്മളുടെ അക്കൗണ്ടിലേക്ക്, അതായത് കോർഡിനേറ്ററുടെയോ പ്രൊമോട്ടറുടെയോ എൻ്റെയോ അക്കൗണ്ടിലേക്ക് ഒരു 5 രൂപ പോലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിട്ടില്ല എന്നുള്ള 100% ഉറപ്പ് എനിക്ക് തരാൻ പറ്റും. അത് ഈ ജനങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്നൊരു ഇത് കൂടിയാണ്. അത് കാരണം എത്രയോ ആൾക്കാർ കാണുന്നതാണ്. അപ്പോൾ അത് ഒരു പിന്നീട് ഒരു മാറ്റി പറയുന്ന അവസ്ഥയിൽ ഒരിക്കലും ഉണ്ടാവില്ല. എന്നുവെച്ചാൽ അതിന് 100% ഷുവറാണ് ഞാൻ പറയുന്നത്. ഇതിൽ ജനങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഇതിൽ തികച്ചും നിരപരാധികളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് പറയുന്നത് എന്ന് വെച്ചാൽ ഈ അനന്തു കൃഷ്ണൻ അയച്ചു വന്ന ബ്രോഷറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആ അക്കൗണ്ടിലേക്ക് ജനങ്ങൾ തന്നെയാണ് നേരിട്ടിട്ട് അടച്ചിട്ടുള്ളത്. അല്ലാണ്ട് സീഡ് അക്കൗണ്ട് ത്രൂവോ അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സണൽ അക്കൗണ്ട് ത്രൂവോ ഒരാളുടെ അക്കൗണ്ടിലൂടെയും ഈ പണം പോയിട്ടില്ല. ഈ സീഡ് സൊസൈറ്റിയുടെ മെമ്പർഷിപ്പിൻ്റെ ഭാഗമായിട്ടൊക്കെ എടുത്ത ആ ഒരു പണം ഉണ്ടല്ലോ, 320 രൂപ ഓരോ ആൾക്കാർ, ഇപ്പോൾ 10,000-ഓളം ആൾക്കാരുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ആ പണം ഇപ്പോൾ ഏത് രീതിയിലാണുള്ളത്? അതിപ്പോൾ നിങ്ങളുടെ ഈ ഓരോരോ സീഡ് സൊസൈറ്റീൻ്റെ ഭാരവാഹികളുടെ പേരിലുള്ളതാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ പണം ഇപ്പോൾ എങ്ങനെയാണുള്ളത്? അതിപ്പോൾ ഈ ഫ്രീസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് എങ്കിലും ഈ പറയുന്ന ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പാകത്തിൽ ഉണ്ടാവുമോ? അത് ഫ്രീസ് ചെയ്തിട്ടാണ് ഉള്ളത്. ഓരോ സ്റ്റേഷൻ CI ത്രൂ അത് ഫ്രീസ് ചെയ്തിട്ടാണ് ഉള്ളതെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. എന്നാൽ ഇതിൻ്റെ ഭാഗമായി നിങ്ങളും ഒരു നിയമ നടപടി എന്നുള്ള രീതിയിൽ തുടരുന്നുണ്ടല്ലേ? അതെ. നമ്മൾ എന്തായാലും ശക്തമായിട്ട് തന്നെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ഈ എമൗണ്ട് മാത്രമല്ല, വളരെയധികം മനപ്രയാസവും അതിലുപരി വല്ലാത്ത വീട്ടുകാരിൽ നിന്നുള്ള പ്രഷറും വല്ലാത്ത പിരിമുറുക്കങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. അവർക്ക് നേരിട്ടിട്ടുള്ള ഈ പ്രശ്നങ്ങൾ, അനന്തു എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ ചീറ്റ് ചെയ്യുക ഒരു വലിയ ചതിയാണ്. നമ്മളുടെ ജനങ്ങളെ ഇത്രത്തോളം ചീറ്റ് ചെയ്യാൻ കരുതിക്കൂട്ടി ചെയ്തിട്ടുള്ള ഈ ഒരു ചതി നമുക്ക് എന്തായാലും അത് നമ്മൾ ജനങ്ങളെ ഏറ്റെടുത്ത് നമ്മൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഏറ്റെടുത്തിട്ട് നമ്മൾ മുന്നോട്ട് ഇറങ്ങി തന്നെ അത് വാങ്ങിച്ചെടുക്കും എന്നുള്ള ഒരു നിലപാടാണ് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഒരു കാര്യം കൂടി ചോദിക്കാം, അനന്തുവും ആനന്ദകുമാറിനും അപ്പുറത്ത് മറ്റ് ചില പേരുകളും പറയുന്നുണ്ട്. ഒന്ന് ബീന സെബാസ്റ്റ്യൻ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പേരുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾക്കറിയുന്ന എത്രത്തോളം ആൾക്കാർ ഈ ഒരു ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്? എനിക്കതിനെക്കുറിച്ചിട്ട് അറിയില്ല. എന്നുവെച്ചാൽ ഇതിൻ്റെ മുകളിൽ തട്ടിലുള്ള ആൾക്കാരായിട്ട് അറിയില്ല. ഞാൻ വരുന്ന സമയത്ത് ആനന്ദകുമാർ, അതുപോലെ തന്നെ ഷീബ സുരേഷ്, അനന്തു കൃഷ്ണൻ, സുമ, ഇതിൻ്റെ മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്ന സുമ മേഡം, സുമ അനിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ ഒരു ഇന്ദിര, അവരെ മാത്രമേ എനിക്കറിയുള്ളൂ, കണ്ടുപരിചയമുള്ളൂ. ഈ ഒരു നമ്മളുടെ മീറ്റിങ്ങിലൊക്കെ അവരാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു മുദ്രപത്രം, അതായത് ഇവർക്കെല്ലാം ഒരു വൈറ്റ് പേപ്പറിലാണ് കൊടുത്തിരിക്കുന്നത്. അത് നിയമപരമായി ഒരു വാല്യൂ ഇല്ലാത്തൊരു പേപ്പറാണ്, ഒരു അഡ്വക്കേറ്റ് സാക്ഷ്യപ്പെടുത്തി കൊടുത്തതാണെന്നാണ് പരാതി പറയുന്നത്. അത് തയ്യാറാക്കിയ അഡ്വക്കേറ്റ് ആരാന്നുള്ളത് അറിയോ? അത് എറണാകുളത്ത് നിന്ന് വന്ന ഒരു അഡ്വക്കേറ്റാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്കറിയില്ല. പേരോ കാര്യങ്ങളോ? ഇല്ല. അതൊന്നും അവർ ടീമായിട്ട് വരുന്നു, ഇതിൻ്റെ വെരിഫിക്കേഷൻ ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് ഇവിടെ ഒരു അമാനി ഓഡിറ്റോറിയം, അതുപോലെ ഡ്രീം പാലസ്, അതുപോലെ തന്നെ ശ്രീകണ്ഠാപുരം കമ്മ്യൂണിറ്റി ഹാള്, അവിടെ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്, ഫുഡ് അറേഞ്ച്മെൻറ്റ്, ബാക്കിയുള്ള കാര്യങ്ങൾ അറേഞ്ച്മെൻറ്റ് ചെയ്തു കൊടുക്കാൻ മാത്രമാണ് നമ്മൾ കോർഡിനേറ്റർമാരും ഞാൻ ഉൾപ്പെടെയുള്ളവർ ചെയ്തിട്ടുള്ളത്. ലാലി വിൻസെൻറ്റുമായി ബന്ധപ്പെട്ട ലീഗൽ അഡ്വൈസർ ലാലി വിൻസെൻ്റ് ആണ്.
കൂടിയാണ്, കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവും കൂടിയാണ്. അപ്പോൾ അവരെ ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ ഭാഗമായി പങ്കെടുത്തതോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെടൽ നടത്തിയതോ അറിയില്ല? അവർ ഞാൻ കണ്ടിട്ടുണ്ട്, കണ്ണൂർ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഓഗസ്റ്റ് 21 അമാനി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടുള്ള വെരിഫിക്കേഷൻ ടൈമിന് ലാലി വിൻസൻ അവരെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരെ ലീഗൽ അഡ്വൈസറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കണ്ടിട്ടുള്ളത്. ഈ പറയുന്ന മുദ്രപത്രം തയ്യാറാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന എഗ്രിമെൻ്റ് തയ്യാറാക്കിയിട്ടുള്ള അഡ്വക്കേറ്റും ഈ പറയുന്ന ലാലി വിൻസെൻ്റ് ആണോ അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിലുള്ള അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ല. ലീഗൽ അഡ്വൈസർ കണ്ടു എന്നുള്ളത് കണ്ടിട്ടുണ്ട്. ഉണ്ടായിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള പരാതികളാണ് കണ്ണൂരിൽ ഇപ്പോഴും ഉയരുന്നത്. ഒരു തരത്തിൽ പോലും കോർഡിനേറ്റർമാരോ ഈ ജില്ലാ പ്രൊജക്ട് മാനേജറായി വർക്ക് ചെയ്യുന്നവരോ പ്രൊമോട്ടർമാരോ സാമ്പത്തികമായി നേട്ടമുണ്ടാക്കിയിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അനന്തു കൃഷ്ണനും ആനന്ദകുമാറും തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവാം എന്നുള്ള സംശയങ്ങൾ കൂടി പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ ഭാഗമായി സത്യം പുറത്തു വരണം എന്ന് തന്നെയാണ് സാധാരണ ഈ തട്ടിപ്പിനിരയായവരോടൊപ്പം തന്നെ ഈ പ്രൊമോട്ടർമാരും കോർഡിനേറ്റർമാരും പ്രൊജക്ട് മാനേജർമാരും എല്ലാം തന്നെ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഇവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. സാധാരണപ്പെട്ട ജനങ്ങളുടെ കോടികളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ആ കോടികൾ ഏത് രീതിയിലെങ്കിലും തിരിച്ച് നൽകാൻ വേണ്ടി കഴിയണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം. റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.